കോഴ്സ് കാലാവധി പൂർത്തിയായിട്ടും സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്ന് സ്വകാര്യ തൊഴിൽ നൈപുണ്യ വികസന വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണയിലെ ലൂമിനസിനെതിരെയാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത്. മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ ഒരു വർഷ ഡിപ്ലോമ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളാണ് പരാതിക്കാർ. സ്വദേശത്തും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യത വാഗ്ദാനം ചെയ്യുന്ന കോഴ്സ് 2.25 ലക്ഷം രൂപ ഫീസ് അടച്ചാണ് ഇവർ പഠിച്ചത്. അവസാന പരീക്ഷ കഴിഞ്ഞ് ഒരു വർഷത്തോളമായിട്ടും ഫലം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. സ്ക്രൈബ് അക്രൈഡ്, NSDC, SDED എന്നിവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ ലൂമിനസ് നൽകുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത്. എന്നാൽ ലൂമിനസിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവരുടെ തൊഴിൽ സാധ്യതകളും ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇല്ല, ലഭിച്ചിട്ടില്ല. സ്റ്റേറ്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പിന്നെ NSDCയുടെ എക്സാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ മാത്രമേ എഴുതിയിട്ടുണ്ട്. പക്ഷേ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഒന്ന് സ്ക്രൈബ് അക്രഡിന്റെ, അതും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഫീസ് വാങ്ങിയത് അവർ കറക്റ്റ് ടൈമിനെല്ലാം വാങ്ങി, എന്നാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനും എല്ലാത്തിനും പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അതിലൊരു ഉത്തരവാദിത്വമില്ല, എല്ലാം സ്ക്രൈബ് അക്രൈഡ് ആണ് എന്നാണ് പറയുന്നത്. ഓഫീസിൽ വന്ന് സംസാരിക്കുമ്പോൾ എല്ലാം പുതിയ സ്റ്റാഫ്, അവർക്ക് പോലും നമ്മളെ അറിയുന്നില്ല. നമ്മൾ പഠിച്ചതിന് എന്താ തെളിവ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്നും ഇല്ല, ഒരു കോഴ്സിനും വേറെ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കൊരു ജോലി അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ, ഒന്നുമില്ല. ഇതിൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. ഒരു വർഷമായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ നാളെ വരും ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എന്നും കഴിയണത്. കാരണം ഒരു വർഷമായിട്ട് ഒരു ഇതുമില്ല അവരുടെ ഭാഗത്തുനിന്ന്. നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ ആയിട്ട് ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത്രയും പഠിച്ചുണ്ടാക്കിയിട്ട് ഇപ്പോൾ റിസൾട്ടും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല. ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ പഠിച്ച കാര്യം പറഞ്ഞു. പക്ഷേ അവർ ചോദിക്കണത് സർട്ടിഫിക്കറ്റാണ് ചോദിച്ചത്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം ഇപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല. ഒന്നുകിൽ സർട്ടിഫിക്കറ്റുകളെല്ലാം വേഗത്തിൽ നൽകുക, അല്ലെങ്കിൽ ഫീസ് തിരിച്ചു നൽകുക. ഇതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം ആയതുകൊണ്ട് ഇത്രയും ടൈം ഞങ്ങളത് പോയി. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി സ്ക്രൈബിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും റീഫണ്ട് കിട്ടണം. കാരണം ഇപ്പോൾ ഒരു വർഷം മുന്നുള്ളതിനേക്കാൾ സ്ക്രൈബിങ്ങിൻ്റെ വാല്യൂ ഒക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. AI വന്നതുകൊണ്ടൊക്കെ അതിൻ്റെ സാധ്യതകളൊക്കെ കുറഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും റീഫണ്ട് വേണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. സ്ക്രൈബ് അക്രൈഡുമായുള്ള പ്രശ്നമാണ് അന്തിമ പരീക്ഷാ ഫലം പുറത്തുവരുന്നത് തടസ്സമായിരിക്കുന്നത്. NSDCയുടെ കാര്യത്തിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും കഴിവുള്ളവർക്ക് ഇതിനോടൊപ്പം തന്നെ തൊഴിൽ ലഭിച്ചിട്ടുണ്ടെന്നും ലൂമിനസ് അക്കാദമി വിശദീകരിക്കുന്നു. സ്ക്രൈബ് അക്രഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. അവര് നമ്മളോട് സഹകരിക്കുന്നില്ല, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നമ്മൾ നിയമപരമായിട്ട് അവർക്കെതിരെ പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ GST അടയ്ക്കുന്ന, കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ഒരു കമ്പനിയാണ്. അവർ കുട്ടികളുടെ പേരിലുള്ള പൈസ നമ്മൾ അടച്ചിട്ടുള്ളതാണ്. അത് കുട്ടികൾക്കും അറിയാം. പരീക്ഷ അവർ നടത്തിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുമായുള്ള ഇഷ്യൂവിന് അവർക്കെതിരെ നമ്മൾ തന്നെ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. അതും ജോലി കിട്ടുന്നതുമായിട്ട് സത്യത്തിൽ ബന്ധമില്ല. കാരണം നമ്മളാണ് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. അതിൽ നല്ല മാർക്കുള്ള കഴിവുള്ള കുട്ടികൾക്കൊക്കെ ജോലി കിട്ടിയിട്ടുള്ളതാണ്. ജോലി കിട്ടുന്നത് അവരുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചാണ്. നിലവിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മൈൻഡ് പവർ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരമില്ലെന്നടക്കം നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതും നിഷേധിക്കുന്നുണ്ട് ലൂമിനസ്. മൈൻഡ് പവർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് വിളിച്ചപ്പം അവിടുന്ന് തിരിച്ചു വിളിക്കുന്ന ഈ ഓണറാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. അവിടുന്ന് നമ്പർ എടുത്തിട്ട് ഓണർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ശരിയായ കാര്യമാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിക്കാർ പറയുന്ന അവർ തമ്മിൽ എന്തോ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നത്. പിന്നെ ലോണിൻ്റെ പേരിൽ ഇവർ അന്വേഷിച്ച സമയത്താണ് ഇവർക്ക് ഞങ്ങൾ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് എട്ടോളം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ കോഴിക്കോട്, ഇങ്ങനെ എറണാകുളത്തുണ്ട്. ഇപ്പോൾ വെറും 2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. എറണാകുളം, പെരിന്തൽമണ്ണി മാത്രമേ ഇവർക്ക് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളൂ. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുടെ പേരിൽ, കുട്ടികൾ ഇഷ്യൂവിൻ്റെ പേരിൽ ഇവർ അടച്ചു പൂട്ടി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഏറെക്കുറെ പകുതി മാസം അല്ലെങ്കിൽ ഒരു 1 മന്ത് ഫിനിഷ് ആവാറായപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഒഴിഞ്ഞു പോകുന്നത്, പറഞ്ഞ പേഴ്സണൽ ഇഷ്യൂ കാരണം ഒഴിഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ഞങ്ങൾ പോട്ടെന്ന് വെച്ചു. പിന്നെയാണ് അവിടെ സീനിയേഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് അവർ പറയുന്നൊന്നും ഇല്ല, ഇത്രയും പൈസ ഒന്നും ഇന്റേൺഷിപ്പ് സമയത്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇത്രയും പൈസ കിട്ടൂല, അത് പരീക്ഷ നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടികൾ പറയുന്ന ഒരു കാര്യം പോലും ശരിയല്ല. കാരണം ഇവർ തമ്മിൽ ഒരു പൊളിറ്റിക്സ്, ഇത് സ്ഥാപനത്തെ മനഃപൂർവ്വം എന്താ പറയുന്നത് മാനപ്പെടുത്താനുള്ളൊരു ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 100% സ്ഥാപനത്തെ മോശമാക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. കാരണം ഈ നിലവിൽ പഠിക്കുന്ന കുട്ടികൾ
UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയായ മൈൻഡ് പവർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ പ്രോഗ്രാമാണ് പഠിക്കുന്നത്. ഡിഗ്രി എത്ര പേര് ഡിഗ്രി, എനിക്ക് എൻ്റെ എണ്ണം അറിയില്ല, നോക്കണം. മൈൻഡ് പവർ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അത് നിങ്ങൾക്ക് UGCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ വൃത്തിയായിട്ട് മനസ്സിലാവും. 2, ബാങ്ക് ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ സ്കിൽ ലോൺ കിട്ടി പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ പർട്ടിക്കുലർ ഒരു കുട്ടിയാണ് അതിനകത്ത് അവർക്ക് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവരുടെ ക്രെഡിബിലിറ്റി ഇഷ്യൂ കൊണ്ടാവാം ബാങ്ക് ലോൺ കൊടുക്കാത്ത, അല്ലെങ്കിൽ അത് വിദ്യാഭ്യാസ ലോൺ എത്ര പേർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. ലൂമിനസ് അക്കാദമിക്കെതിരെ ഇതിനോടകം 8ഓളം വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം.